എത്യോപ്യയിലെ ഹെയ്ലി ഗുബി അഗ്നിപർവ്വത സ്ഫോടനത്തിന്റെ ഭാഗമായി പുകപടലം ഉയർന്നതിനെ തുടർന്ന് നിർത്തിവെച്ച ഇന്ത്യയിലെ വ്യോമഗതാഗതം ഭാഗികമായി മെച്ചപ്പെടുന്നു. ഇൻഡിഗോ ആകാശ വിമാന സർവീസുകൾ സാധാരണ നിലയിലേക്ക് എത്തി. അതേസമയം 4 ആഭ്യന്തര വിമാനങ്ങൾ എയർ ഇന്ത്യ റദ്ദാക്കി. അന്താരാഷ്ട്ര സർവീസുകൾ തടസ്സം നേരിടുന്നത് തുടരുന്നു. മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള വിമാന സർവീസുകളിൽ ചിലത് ഇന്നും റദ്ദാക്കിയിട്ടുണ്ട്. ഡൽഹിയിൽ 10 കിലോമീറ്റർ ഉയരത്തിലാണ് കരിമേഘ പടലങ്ങളുള്ളത്. അർജുൻ പീതാംബരൻ വിവരങ്ങളുമായി ചേരുന്നു. അർജുൻ, ഗുഡ് മോർണിംഗ്. ഇതിൽ ഏറെ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇന്ത്യയിലുണ്ടോ എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു കാര്യം. എന്താണ് അവസ്ഥ? മോത്തി, ആശങ്കപ്പെടേണ്ട സാഹചര്യമുണ്ടോ എന്നാൽ അത് വ്യോമഗതാഗതത്തെ സംബന്ധിച്ചാണ് ഇപ്പോഴും ചെറിയ രീതിയിലെങ്കിലും ആശങ്ക നിലനിൽക്കുന്നത്. അതായത് അന്താരാഷ്ട്ര സർവീസുകൾ ഇപ്പോഴും റദ്ദാക്കപ്പെടുന്നുണ്ട്. പല വിമാനങ്ങൾ എയർ ഇന്ത്യ ആയാലും സ്പൈസ് ജെറ്റ് ആയാലും പല GCC UAE രാജ്യങ്ങളിലേക്കും അതുപോലെ ഫ്രാങ്ക്ഫർട്ട്, ഹോങ്കോങ് പോലുള്ള മറ്റ് ഏഷ്യൻ രാജ്യങ്ങളിലേക്കുള്ള വിമാന സർവീസുകൾ ഇപ്പോഴും റദ്ദാക്കപ്പെടുന്നുണ്ട്. അത് ഇന്ന് തുടരുമെന്നുള്ള കാര്യമാണ്. ഈ റദ്ദാക്കുന്നത് തുടരുമെന്നാണ് എയർ ഇന്ത്യയും അതുപോലെ സ്പൈസ് ജെറ്റും ഉൾപ്പെടെയുള്ള വിമാന കമ്പനികൾ അറിയിച്ചിരിക്കുന്നത്. അതുപോലെ 4 എയർ ഇന്ത്യയുടെ ആഭ്യന്തര സർവീസുകൾ കൂടി റദ്ദാക്കിയിരിക്കുകയാണ്. അത് ഡൽഹിയിൽ നിന്നും മുംബൈയിൽ നിന്നുമുള്ള സർവീസുകളാണ്. ഡൽഹി ഹൈദരാബാദ്, അതുപോലെ തന്നെ മുംബൈ കൊൽക്കത്ത, മുംബൈ ഹൈദരാബാദ്, മുംബൈ ചെന്നൈ സർവീസുകളാണ്. ഈ 4 സർവീസുകളെ സംബന്ധിച്ച് ഇപ്പോൾ എയർ ഇന്ത്യ അറിയിച്ചിരിക്കുന്ന കാര്യം, ഇന്നലെ ഈ വിമാനങ്ങളെല്ലാം ഈ കരിമേഘ പടലങ്ങൾ ഉണ്ടായിരുന്ന മേഖലയിലൂടെ സഞ്ചരിച്ചു. അതുകൊണ്ട് സുരക്ഷാ പരിശോധന പൂർത്തിയാക്കേണ്ടതുണ്ട്. ആ സുരക്ഷാ പരിശോധനയുടെ പശ്ചാത്തലത്തിലാണ് ഈ 4 സർവീസുകൾ റദ്ദാക്കിയിരിക്കുന്നത് എന്നുള്ള കാര്യം. നിലവിൽ പാകിസ്ഥാനിലെ കറാച്ചി മുതൽ ജപ്പാനിലെ ടോക്കിയോയിൽ വരെ ആ വിമാനത്താവള പരിസരങ്ങളിലെല്ലാം തന്നെ ഈ പറയുന്ന കരിമേഘ പടലങ്ങൾ ഇപ്പോഴുമുണ്ട്. ചാരവും അതുപോലെ തന്നെ സൾഫർ ഡയോക്സൈഡും ചേർന്ന ഒരുതരം കരിമേഘ പടലമാണ്. ഡൽഹിയിലെ അവസ്ഥ നോക്കുകയാണെങ്കിൽ 10-15 കിലോമീറ്റർ ഉയരത്തിലാണ് ഈ പറയുന്ന കരിമേഘ പടലങ്ങൾ നിലവിലുള്ളത്. അതായത് 25,000 അടി മുതൽ 45,000 അടി ഉയരത്തിൽ വരെ. അതുകൊണ്ട് താഴെയുള്ളവരെ, അതായത് സാധാരണ ജനങ്ങളെ ഈ പറയുന്ന ഈ വോൾക്കാനിക് ഇറപ്ഷൻ കൊണ്ട്, ഇത്തരത്തിൽ അഗ്നിപർവ്വത സ്ഫോടനം കൊണ്ട് വലിയ രീതിയിൽ ബാധിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഇതിനോടകം തന്നെ ഡൽഹിയെ സംബന്ധിച്ച് വായുമലിനീകരണം രൂക്ഷമാണ്. 400-ൽ മേലെയാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് ആ രീതിയിലുള്ള പ്രശ്നങ്ങൾ തുടരുന്നുമുണ്ട്. ഇന്ത്യയിലെ കാര്യം നോക്കുകയാണെങ്കിൽ ഗുജറാത്തിൽ നിന്നും രാജസ്ഥാനിൽ നിന്ന് പിന്നീട് ഡൽഹി, അവിടെ നിന്നും കൊൽക്കത്ത, ആസാം മേഖലകൾ, അതുപോലെ നോർത്ത് ഈസ്റ്റിലെ മറ്റ് ഇടങ്ങളിലെല്ലാം തന്നെ, സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ നിലവിൽ ഈ 10 കിലോമീറ്റർ ഉയരത്തിൽ ഇത്തരത്തിൽ ഈ കരിമേഘ പടലങ്ങൾ നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെ ആ വഴിയുള്ള വിമാന സർവീസുകൾ വൈകിയാണ് ഓടുന്നത്. അതുപോലെ തന്നെ കൂടുതൽ ദൂരം എടുക്കുന്നുണ്ട്. അതായത് കൂടുതൽ ദൈർഘ്യമെടുത്ത് മാത്രമായിരിക്കും ആ സർവീസുകൾ പൂർത്തിയാക്കാനായിട്ട് സാധിക്കുക. പ്രത്യേകിച്ചും ഈ കരിമേഘ പടലങ്ങളുള്ള മേഖലയിൽ നിന്നും താഴ്ത്തിയും അതുപോലെ ഉയരം കൂട്ടിയുമൊക്കെ പല വിമാന സർവീസുകളും നടത്തേണ്ട ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് സാധാരണ എടുക്കുന്നതിൽ കൂടുതൽ സമയം എടുത്തേക്കാമെന്നുള്ള നിർദ്ദേശം ഇതിനോടകം തന്നെ ഇപ്പോൾ വിമാന അധികൃതർ അതുപോലെ കമ്പനികളെല്ലാം ഈ ജീവനക്കാർക്കും മറ്റ് യാത്രക്കാർക്കും നൽകിയിട്ടുമുണ്ട്. ആഷ്ടാം ഇന്നലെ പ്രഖ്യാപിച്ചതാണ് DGCA സംബന്ധിച്ച് ഇത്തരത്തിൽ നിർദ്ദേശങ്ങളുണ്ട്. അതായത് ഈ ചാരമേഘങ്ങളും അതുപോലെ മറ്റ് കരിമേഘ പടലങ്ങളുമുള്ള ആ ഒരു മേഖലകൾ ഒഴിവാക്കി സഞ്ചരിക്കണം, യാത്ര ചെയ്യണം എന്നുള്ള കാര്യം അതിപ്പോഴും ആ ഒരു DGCAയുടെ നിർദ്ദേശം അത് നിലനിൽക്കുകയോടെ കൂടിയാണ് ഇപ്പോൾ ചെയ്യുന്നത്. എന്തായാലും 2 ആഴ്ചയോളം സമയമെടുക്കും പൂർണ്ണമായിട്ടും ഈ കരിമേഘ പടലത്തിൻ്റെ ഒരു ഇഫക്റ്റ് അത് മാറാനായിട്ട് എന്നുള്ളൊരു നിർദ്ദേശമാണ് നിലവിൽ കാലാവസ്ഥ അധികൃതർ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ആളുകളെ, ജനജീവിതത്തെ അത് സാരമായി ബാധിക്കുന്നില്ല. പക്ഷേ ഇത്തരത്തിൽ വിമാന സർവീസുകൾ ഇന്നും പലതും വൈകുന്നു. ചില സർവീസുകൾ, ഈ അന്താരാഷ്ട്ര സർവീസുകളാണ് കൂടുതലും അത് റദ്ദാക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ഡൽഹിയിൽ തന്നെ ഇന്ന് രാവിലെ ഏഷ്യൻ രാജ്യങ്ങളിലേക്കും അതുപോലെ മറ്റ് GCC UAE രാജ്യങ്ങളിലേക്കുമുള്ള സർവീസുകൾ വൈകിയാണ്, ഒരുപാട് മണിക്കൂർ വൈകിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഒരു ശരാശരി കണക്ക് നോക്കുകയാണെങ്കിൽ, ആവറേജ് ഡിലേ നോക്കുകയാണെങ്കിൽ അത് 15 മിനിറ്റ് മാത്രമാണ് ടേക്ക് ഓഫുകളെ സംബന്ധിച്ചത്. 10 മിനിറ്റിന് താഴെയാണ് ലാൻഡിങ്ങിനെ സംബന്ധിച്ച് ഇപ്പോൾ ഡൽഹി വിമാനത്താവളം മുന്നോട്ട് വെച്ചിരിക്കുന്ന ഒരു സമയമെന്ന് പറയുന്നത്. ശരി അർജുൻ. വിമാന സർവീസിനെയാണ് ബാധിച്ചിട്ടുള്ളത്. മറ്റ് അന്തരീക്ഷ മലിനീകരണവുമായി ബന്ധപ്പെട്ട് ഭയപ്പെടേണ്ടതില്ല എന്നാണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.